ബാബറി മസ്ജിദ് തകർത്തിട്ട് ഇന്ന് 32 വർഷം. 1992 ഡിസംബർ 6-നാണ് കർസേവകർ ചേർന്ന് പള്ളി തകർത്തത്. പള്ളി നിന്ന പ്രദേശത്ത് രാമക്ഷേത്രം പണിത ശേഷമുള്ള ആദ്യ ബാബറി മസ്ജിദ് വാർഷികമാണ് ഇന്ന്. 32 വർഷങ്ങൾക്ക് മുൻപാണ് കർസേവകർ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തത്. മുഗൾ ചക്രവർത്തിയായ ബാബർ പണിത പള്ളി. തീവ്ര ഹിന്ദുപക്ഷാനുകൂലികളാണ് തകർത്തത്. രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് ബാബർ ചക്രവർത്തി പള്ളി പണിഞ്ഞതെന്ന് കാട്ടിയായിരുന്നു ആക്രമണം. പള്ളി പൊളിച്ചതിനെ തുടർന്ന് ഉടലെടുത്ത വർഗീയ കലാപത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2000-ലേറെ പേരുടെ ജീവനാണ് കവർന്നത്. ഇതേ തുടർന്നുണ്ടായത് നീണ്ട നിയമപോരാട്ടമായിരുന്നു. 2019-ൽ അയോധ്യ ഭൂമി തർക്കത്തിൽ അന്തിമ വിധി വന്നതോടെ പള്ളി നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിതു. ഈ വർഷം ജനുവരിയിൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇതിനുശേഷമുള്ള ബാബറി മസ്ജിദ് വാർഷികമാണ് ഇന്നത്തേത്. വാർഷികത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് ക്ഷേത്ര പരിസരത്തൊരുക്കിയിട്ടുള്ളത്. യുപിയിലെ സംഭാലിലും സുരക്ഷ കർശനമാക്കി. ഇതിനു പുറമെ രാജ്യത്തെ പ്രധാന ഹിന്ദുക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷയാണ് നൽകിയിരിക്കുന്നത്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും മുംബൈ അടക്കമുള്ള പ്രധാന നഗരങ്ങളിലും ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.